ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും വീണ്ടും ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ഒരു നല്ല സൂപ്പറാണേ. കാരണം എന്താ വെച്ചാൽ ഞാനിത് ആദ്യമായിട്ട് ചെയ്യാൻ പോവാം. ഞാൻ ഇതിൻ്റെ ഓരോരോ ഇൻഗ്രീഡിയൻ്റ് ഇങ്ങനെ വെച്ച് ചെയ്തിട്ടുള്ളതൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇത് എല്ലാം കൂടെ ഞാൻ ആദ്യമായിട്ട് അതിനകത്തൊരു മെയിനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് ഞാൻ ആദ്യം ചെയ്യുക. ഇതുവരെ ഞാനത് മുഖത്ത് തേച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഗൂഗിളിൽ ഞാൻ കണ്ടതാണ്. മിക്കവാറും ഇപ്പോൾ ഞാൻ ഗൂഗിളിൽ കാണുന്ന എല്ലാമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, പിന്നെ ചെയ്യുന്നത്. കാരണം വെറൈറ്റിയാണ്, പുതിയ അന്നെന്നുള്ള അപ്ഡേറ്റ് ചെയ്ത് റീസെൻ്റ്ലി ഇങ്ങനെ ഓരോ ദിവസത്തെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾക്കിങ്ങനെ പുതിയ ഓരോ ഇത് കിട്ടും. അപ്പോൾ ഞാൻ ആരും ചെയ്തിട്ടില്ലാത്ത പുതിയ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ചെയ്യുന്ന. അപ്പോഴാണ് ഇത് ഒരു നല്ല പുതിയൊരു ടിപ്പാണ്. അതായത് ഒരു പുതിയ ഇൻഗ്രീഡിയൻ്റ്. ഞാനത് ഇന്ന് വരെ കേട്ടിട്ടുമില്ല, തേച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. കൂട്ടത്തിൽ എനിക്കും എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഇന്നലെയും മിനിങ്ങാന്നും എല്ലാം നമ്മൾ നല്ല ടിപ്പുകളാണ് ചെയ്യുന്നത്. മുഖത്ത് നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ഞാൻ മുഖം നന്നായിട്ട് സോപ്പിട്ട് കഴുകിയിട്ട് വന്നിരിക്കുക. പിന്നെ അപ്പം വീഡിയോയിലേക്ക് കിടക്കുക. അതിന് മുമ്പ് പറയുവാണ്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആരും വീഡിയോ കാണാതിരിക്കരുത്. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, ഞാൻ അതിശയിച്ചു പോയി, നിങ്ങൾ അതിശയിക്കുമോ അറിയത്തില്ല. മത്തങ്ങ, നല്ല പഴുത്ത മത്തങ്ങ. ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഇത് വേവിച്ചിട്ടും അരയ്ക്കാം, വേവിക്കാതെ അരയ്ക്കാം. ഞാൻ വേവിക്കാതെ ഒന്ന് അരയ്ക്കാൻ പോവാം. അവർ വേവിച്ചിട്ട് അരച്ചത്. അപ്പം പിന്നെ വേവിക്കാതെ അരയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഗൂഗിളിലാണ്, ഇത് വീഡിയോ ആയിട്ടല്ല, ഇങ്ങനെ എഴുതി നമുക്ക് അതിൻ്റെ വിശദീകരണങ്ങൾ ഇങ്ങനെ കൊടുക്കുക. അപ്പം ഞാനിതെന്തായാലും ഇത് പിന്നെ പുഴുങ്ങാതെ തന്നെ അരയ്ക്കുക. അപ്പം ആ കൂട്ടത്തിൽ ഒരു ശക്കല നല്ല പഴുത്തതാണ്. എന്നാ സൂപ്പറാണെന്നറിയാം ഇങ്ങനെ പഴുത്ത ഏത്തപ്പഴം. എൻ്റെ ഒരു കൂട്ടുകാരി ഷേർലി പണ്ട് എനിക്ക് തയ്യക്കടയിൽ തയ്ക്കാൻ കൊടുത്ത് വാങ്ങിക്കാൻ ചെന്നപ്പോഴത്തേക്കിന് ഇങ്ങനെ ബ്യൂട്ടി പാർലറും ഉണ്ട്. അപ്പോൾ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എന്നോട് ഫേഷ്യൽ ചെയ്യുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഫേഷ്യലൊക്കെ പേടിയാന്ന് പറഞ്ഞു നാച്ചുറലായിട്ടുള്ളത് ചെയ്താൽ മതി, ഹെർബൽ ചെയ്തു തരാം, ഏത്തപ്പഴം വെച്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഏത്തപ്പഴം നല്ലതായിട്ട് അരച്ച് അതിനകത്ത് വല്ലതും ചേർത്തോ നമുക്കറിയത്തില്ല, ചെയ്തു തന്നത് നല്ലതായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കറിയാം പണ്ട്. അപ്പോൾ അത് 2 എണ്ണം, മത്തങ്ങായും ഏത്തപ്പഴവും. കണ്ടോ? ഇനി അടുത്തത് കാണിക്കാം. ഇനി അടുത്തതാണ് കുക്കുംബർ. ഇത് ജ്യൂസ് അടിച്ച്, പഞ്ചസാരയോ ഉപ്പോ ഒന്നും ഇടാതെ ചുമ്മാ ജ്യൂസ് അടിച്ച്, നമുക്ക് ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് ഇത് ജ്യൂസ് അടിച്ച് വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം. വയറ്റിലെ എരിച്ചിലും സർവ്വതും പോകും. ഈ ചൂടുകാലത്ത് ഭയങ്കരമാണ്, നമ്മുടെ കണ്ണൊക്കെ തുറന്നു വരും. നല്ല സൂപ്പറാണ്. പക്ഷെ ഇത് അരച്ച് ഇപ്പം മുഖത്ത് തേക്കാൻ പോയി ഇത്രയും മതി, ശകലം മതി. മുഖത്ത് മാത്രമല്ല, എനിക്ക് മുഖത്തും പെടലിയും കഴുത്തും കൈയും കാലും ഒക്കെ തേക്കാൻ തികയും ഇതെല്ലാം കൂടെ ആകുമ്പോൾ. പിന്നെ നമ്മുടെ വീണ്ടും കീനോ ഓറഞ്ച്. ഇതെനിക്ക് നല്ല ഗുണം കിട്ടിയോണ്ട് ഞാൻ വീണ്ടും ഇന്നും ഒരു ശകലം അല്ലി ഇങ്ങനെ എടുത്തിട്ടുണ്ട്, കുരു മാറ്റിയിട്ട്. പിന്നെ ഇന്ന് ഞാൻ ഓർത്തു മുട്ടയുടെ വെള്ള, ഇത് ഒരു ശകലം മതി മുഖത്ത് തേക്കാൻ, ബാക്കി തലയിലൊന്ന് തേക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പം മുട്ടയുടെ വെള്ളയും കൂടെ ഇതിനകത്ത് ചേർക്കും. മൊത്തം ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടെ. പിന്നെ ഇതെല്ലാം കൂടെ അരയ്ക്കുമ്പം വെള്ളം പോലെയല്ലേ, അപ്പം നമുക്കൊന്ന് കുഴയാൻ വേണ്ടി ഇച്ചിരി അരിപ്പൊടി, തരുതരാന്നുള്ള അരിപ്പൊടി, പാലപ്പത്തിൻ്റെയൊക്കെയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തേന്. ഈ മത്തങ്ങായും തേനും ആണ് ഏറ്റവും പ്രധാനം. പിന്നെ ഞാൻ ബാക്കിയെല്ലാം മത്തങ്ങായും തേനും പിന്നെ അരിപ്പൊടിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ബാക്കിയെല്ലാം നമുക്ക് നല്ല വേനൽക്കാലത്ത് ഏറ്റവും നല്ല ഇഫക്റ്റ് കിട്ടുന്നതുകൊണ്ടാണ് കുക്കുംബറും ആ ഏത്തപ്പഴവും. പിന്നെ മുട്ടയുടെ വെള്ള നമുക്ക് സാഗിങ് ഒന്നും ഇല്ലാതെ നല്ല ടൈറ്റാകാൻ വേണ്ടിയിട്ടുള്ള ആ സ്കിൻ ടൈറ്റനിങ്ങിനുള്ള ആയതുകൊണ്ട് ഞാനങ്ങ് ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഒന്ന് റെഡിയാക്കി കാണിക്കാം. അപ്പോൾ ഈ മത്തങ്ങ, നമ്മുടെ കീനോ ഓറഞ്ച്,
ഏത്തപ്പഴം കണ്ടില്ലേ ഒന്നുമല്ലേ, സൈഡിലോട്ടായിപ്പ്. മത്തങ്ങ, കീനോ ഓറഞ്ച്, ഏത്തപ്പഴം, കുക്കുംബർ. ഇത്രയും നല്ലതായിട്ട് മിക്സിയിൽ അരക്കട്ടെ കേട്ടോ. വെള്ളം ഒഴിക്കല്ലേ. അത് അരഞ്ഞിട്ടുണ്ട്. ഇനി മുട്ടയുടെ വെള്ളയും കൂടി ഇട്ടൊന്ന് അരക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളുടെ സൂപ്പർ മിക്സ് റെഡിയായി. മുട്ടയുടെ വെള്ളയും കൂടി ഇട്ടടിച്ചു. ഇനി ഇതിനകത്ത് നമുക്ക് ഇത് നമുക്ക് അരിപ്പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഇതാ അരിപ്പൊടി ഇത്രയും വേണോ അരിപ്പൊടി. ഇതിനകത്ത് ഇതാ ഇനി കുറച്ച് തേൻ ഭയങ്കര നല്ലതല്ലേ വേനൽക്കാലത്ത്, മതി. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. സൂപ്പർ സാധനം. എന്നാക്കിയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അരിപ്പൊടി കുതിരുമ്പോഴേ ഒരു ഡ്രൈ ആകുന്നേ. അപ്പം നമുക്ക് ബാക്കി അരച്ചതും കൂടെ അങ്ങ് ഇച്ചിരി തേനൂടെ തേച്ച് അപ്പോൾ ഇനി നമുക്കിത് തേക്കാം. മുഖമൊക്കെ കഴുകിയതാണ്. തേക്കാം. ഇതിനകത്ത് അടപ്പിനകത്തൂടെ ഉണ്ട്. ഇതൂടെ ഇടാം അല്ലേ? അടപ്പിനകത്ത് ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും വടിച്ചിട്ടു. ശകലം തേൻ ശകലവും കൂടെ ഉള്ളായിരുന്നു, അതും അങ്ങ് ഒഴിച്ചു. ഇപ്പം നല്ല അയഞ്ഞു കേട്ടോ. ഇപ്പം നല്ല അയഞ്ഞു. ഞാൻ പതുക്കെ പറയത്തുള്ളൂ, അതാ ഒരു വിഷയം. ഇനി നമുക്ക് തേക്കാവേ. സ്തോത്രം. അപ്പോൾ ഇതാ മെയിൻ പീര വെക്കാൻ പോവാ. തേങ്ങ, മഞ്ഞൾപ്പൊടി, കാന്താരി, ശക്കലം പേരിന് ഇഞ്ചി, വെളുത്തുള്ളി ഇതാ 4 കഷ്ണം, ഇത്രയും ചുമന്നുള്ളി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. മിക്സിയുടെ ആ നടുക്കത്തെ ജാറി ക്രന്നൊന്ന് ആക്കിയെടുക്കണം ഒറ്റ പ്രാവശ്യം. നമ്മുടെ അരപ്പ് ചതച്ചെടുത്തിട്ടുണ്ട്, അതങ്ങോട്ടിട്ട് കൊടുക്കാം. ഇനി മീൻ ഇട്ട് കൊടുക്കാം. ഇനി കുതിർത്ത് വെച്ച ഉപ്പും പുളിയും ഇട്ട് കൊടുക്കാം. ഉപ്പും പുളി ഇനി തീ കത്തിക്കാം. കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മണം. കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കണം. പൊടിയെല്ലാം അടിയിൽ പോട്ടെ. ഇനി ഇത് വേകാനുള്ള ചെറിയ തീ മൂടി വെച്ചാൽ മതി. ഇച്ചിരി കട്ടി കൊണ്ട് വേളൂരി മറ്റേ അറിഞ്ഞലിനൊക്കെ കൊണ്ടൊരു ശകലം കൈ നനച്ചൊന്ന് ഒഴിച്ച്
ഇതിപ്പോൾ ചൂട് ഏറ്റവും കൂടിയ ഫ്ലെയിമിൽ വെച്ചിരിക്കുക. ഇനി ഒന്ന് മൂടി വെച്ച് തിളയ്ക്കുമ്പം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കിയൊക്കെ ഇട്ടിട്ട് മൂടി വെക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഞാൻ ആദ്യമേ ഒഴിക്കാറില്ല. മൂടിയിരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ കറിവേപ്പില ഇട്ടില്ല, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. തിളച്ചല്ലോ, ഇനിയിപ്പം ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കുക, മൂടി വെക്കുക കേട്ടോ. ഒത്തിരി കുത്തി ഇളക്കല്, പൊടിഞ്ഞു പോകും. അപ്പോൾ ദാ ഷെയ്ക്ക് അടിച്ചു, പീര വെച്ചു. പീര അവിടെ പറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി ചോറ് തിളപ്പിച്ചാൽ മതി. മൂന്നാല് കോവയ്ക്ക നമ്മുടെ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് മെഴുക്ക് വരട്ടണം. കഴിഞ്ഞ ദിവസം വറുത്ത നമ്മളുടെ ഉണക്കസ്രാവില്ലേ, അത് ഉപ്പായിരുന്നേ. അതുകൊണ്ട് ഞാനും 1-2 കഷ്ണം കൂട്ടിയേ ഉള്ളൂ, ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇച്ചിരി കാന്താരിയും ചുമന്നുള്ളിയും വെച്ചൊന്ന് ചതയ്ക്കണം. തേങ്ങ തീർന്നു. തേങ്ങ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. തേങ്ങ ഇപ്പം എളുപ്പം കൊണ്ടുവരുവാണെങ്കിൽ അതുകൂടെ വെച്ചങ്ങ് ചതയ്ക്ക്. ഉപ്പ് പോകുമല്ലോ, തേങ്ങ വെച്ചാലേ പോവുള്ളൂ. തേങ്ങയും ഉള്ളിയും കാന്താരിയും കൂടെ വെച്ച് ചതയ്ക്കാം. അപ്പോൾ ഈ ഷേക്ക് കുടിക്കട്ടെ. ഇതിനകത്ത് എന്നാക്കിയാണെന്നറിയാമോ? കുക്കുംബറുണ്ട്. ആ ഏത്തപ്പഴം നമ്മൾ അറ്റത്തുനിന്ന് എടുത്തിട്ട് ബാക്കിയില്ലായിരുന്നു. കുക്കുംബറും ആ അറ്റത്തുനിന്ന് എടുത്തിട്ട് ബാക്കിയില്ലായിരുന്നു ഒരെണ്ണത്തിൻ്റെ. അതും അരിഞ്ഞങ്ങ് ഇട്ടു, ഏത്തപ്പഴം കുക്കുംബറും. പിന്നെ കീനോ ഓറഞ്ചിൻ്റെ ഒരു 1/4 ഭാഗം ഉണ്ടായിരുന്നല്ലോ മുഖത്ത് അരയ്ക്കാനായിട്ട് എടുത്തിട്ട് ബാക്കി, അത്. പിന്നെ ഏത്തപ്പഴം, കുക്കുംബർ, കീനോ ഓറഞ്ചിൻ്റെ ഇത്. പിന്നെ നമ്മുടെ ഷേക്ക് പൊടി 2 സ്പൂണ്. പിന്നെ 2 നെല്ലിക്ക, 1 നാരങ്ങ നീര്, 1 നാരങ്ങയുടെ നീര്. ഇത്രയാണിത്. 2 ഗ്ലാസ് ഉണ്ട്. ഒന്ന് ആരണം, ഒന്ന് എനിക്കും കുടിക്കട്ടെ. പഞ്ചസാര ചേർക്കത്തില്ല. പഞ്ചസാരയോ അല്ലെ ബ്രൗൺ ഷുഗർ വേണേൽ ചേർക്കാം. ഒന്നും ചേർക്കത്തില്ല. ഏത്തക്കയൊക്കെ ഉണ്ടല്ലോ, അത് മതി. പാല് പറയാൻ മറന്നു. പാലൊഴിച്ചിട്ടുള്ളതുകൊണ്ട് ഈ ഒറ്റ വലിക്കാൻ കുടിക്കുന്നത്. പാല് നമുക്ക് പാലും മുട്ടയൊക്കെ ചായയും കാപ്പിയായിട്ട് ഇഷ്ടം. പാലിഷ്ടമാണ്. നല്ല കാച്ചി നല്ല ചെറു ചൂടോടെ ഒറ്റ വലിക്കാൻ കുടിക്കാൻ. വെച്ചോണ്ടിരിക്കുന്ന ഇഷ്ടമല്ല. ഇത് പച്ചപ്പാലായതുകൊണ്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച പാലല്ലേ, അങ്ങനെയല്ലേ ഇടേണ്ടിയത് ഷെയ്ക്കിന്. തണുപ്പ് കേട്ടെ. അയ്യോ, നീ ചോറ് തിളപ്പിക്കട്ടെ. ഇത് ആരെണ്ണ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഗ്ലാസ് കഴുകി വെക്കട്ടെ. ആരൻ്റെ ഇതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ. ചോറ് തിളപ്പിക്കട്ടെ. പീര ചിക്കിയിടട്ടെ കേട്ടോ. മീനൊക്കെ പറ്റി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വെക്കും. ഇനി അത് വിളമ്പാൻ നേരം എടുക്കാം കേട്ടോ. അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ഉണങ്ങിയില്ല. ഇനിയിപ്പോൾ ഉണങ്ങാൻ നോക്കിയെന്നാൽ എനിക്ക് അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യുന്നേ. അപ്പോൾ കഴുകുക. തുടയ്ക്കട്ടെ. ഇനിയിപ്പോൾ ചൂടടിക്കാൻ തുടങ്ങി. അകത്തോട്ട് കയറിയില്ലേ 11 ആകുമ്പം ചൂടടിക്കും. ഞാനിനി പോയി ഇതെല്ലാം തുടച്ചിട്ട് അകത്തോട്ട് കയറിയില്ലേ, അവിടെയെല്ലാം ആകും. എന്നിട്ട് എനിക്ക് ഒരു മുറി തൂത്ത് തുടയ്ക്കണം. അപ്പോൾ തുടയ്ക്കുന്നിടത്ത് ഇതെല്ലാം ഉണങ്ങുമ്പോൾ വീഴത്തില്ലേ. അല്ല അല്ലേ. രാഗസുധ ചോദിച്ചു,
ഇതൊക്കെ തേച്ച് ഇപ്പം ഇന്നിട്ട് വീഡിയോ ഇതിപ്പോൾ ഈ വീഡിയോ നാളെ അല്ലേ ഇടുന്നത്. ഇന്ന് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ വീഡിയോ. അപ്പോൾ അത് രാഗസുധ ചോദിക്കുന്നു, ഇതെല്ലാം തേച്ച് വെളുത്ത് എങ്ങോട്ടാണ്. ഇപ്പം വന്ന കമൻറ്റ്. അപ്പം ഞാൻ പറയുമായിരുന്നു ഹസ്ബൻഡ് അവധിക്ക് ഡിസംബറിൽ വരും, അപ്പോൾ പിടിച്ച് നിൽക്കണ്ടേ. അപ്പം ഇപ്പോഴേ തുടങ്ങിയേക്കാം. വേനൽക്കാലത്ത് ഡള്ളായാൽ പിന്നെ ഇരട്ടി, ആ സമയമാകുമ്പോൾ നമ്മൾ ഇരട്ടി കിടന്ന് പരിശ്രമിക്കേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ ഇപ്പോഴേ അങ്ങ് പരിശ്രമം തുടങ്ങുവാണെങ്കിൽ ആ സമയമാകുമ്പം കുഴപ്പമില്ലല്ലോ. അല്ലേ പുള്ളി സുന്ദരനാ, പിടിച്ച് നിൽക്കണ്ടേ എന്നൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് രാഗസുധയ്ക്ക്. പിന്നെ ബീന കൊച്ചു പറഞ്ഞു ചെറുപ്പമായി സുന്ദരിയായി കൊച്ചിനെ പോലെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞേ. അത് ഇതൊക്കെ വെച്ചിട്ടാ. താങ്ക് യു ബീന. കുട്ടനാടൻ ബീന ഇല്ലേ, അതാ. പിന്നെ ആരാ, പിന്നെ എല്ലാവരും ഇങ്ങനെ പറയുമല്ലോ. പിന്നെ നമ്മുടെ പ്രീതി കൊച്ച്, അത് പിന്നെ പറയണ്ടല്ലോ. എപ്പോഴും ഇങ്ങനെ നോക്കിയേ, നിങ്ങൾ നോക്കിയേ എന്നെ തെളിച്ചാന്ന് നോക്കിയേ. നല്ലതല്ലേ, വെയിലത്തൊന്നും ഇറങ്ങല്ലേ, സോപ്പ് ഇടല്ലേ കേട്ടോ. ഈ സാധനം നല്ല ഈ ടിഷ്യൂ വാഷബിളാണ്. അനീത്തിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കിങ്ങനെ തുടയ്ക്കാൻ സാധനം ഇല്ലാതിരിക്കുമായിരുന്നു. ഉള്ളത് കുറേ തന്നതുകൊണ്ട് നല്ല കാര്യം. അനൂപ്പി ഇനിയും കിട്ടുമ്പം കൊണ്ട് തരണേ. അനൂപ്പി എന്ന് പറയുന്ന അനു, എൻ്റെ അനീത്തി അനൂപ്പി എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. ഏറ്റവും ഇളയതാണേ, കൊഞ്ചിച്ച് വിളിക്കുന്ന. കൊഞ്ചൊക്കെ എനിക്കാ, അവർക്കൊന്നും കൊഞ്ചൊക്കൊന്നുമില്ല. ഞാനാ കൊഞ്ചി. ഏറ്റവും മൂത്തത് ഞാൻ. ഞാനിതൊക്കെ തേക്കുന്ന എൻ്റെ നാത്തൂന് അവിടെ പാവം വേദന എടുത്ത് കിടക്കുക, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. സാരമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, വേദന മാറിക്കോളും. ഓപ്പൺ സർജറി അല്ലേ, വയറല്ലേ, വേദന എടുക്കത്തില്ലേ. ഇത് ഞാൻ മറ്റേ മുറിവെണ്ണ തേക്കുന്നുണ്ട്, പൊക്കോളും. കടലിയൊക്കെ നല്ല മുഖത്തിൻ്റെ കളർ തന്നെ ആയില്ലേ. അപ്പോൾ ഇനി തുടച്ചൂടെ കഴിഞ്ഞിട്ട് പോയി കുളിക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യാനിടുക, ചോറുണ്ണുക. ചോറുണ്ണ സമയമായെങ്കിൽ, അല്ലെങ്കിൽ വേറെ പണികളാ. ഇച്ചിരി കറിവേപ്പില അടത്തി അരയ്ക്കാനുണ്ട്, തലയിൽ തേക്കാം. മുട്ടയുടെ വെള്ളയും കറിവേപ്പിലയും കൂടെ തലയിൽ തേക്കാം. ഇന്ന് തേക്കുന്നില്ല, എടുത്ത് അകത്ത് വെക്കാൻ പോകും അരച്ച്. നാളെ ഉള്ളി. ഇന്ന് വൈകിട്ട് പ്രാർത്ഥനയുണ്ട്. കറിവേപ്പിലയെല്ലാം അരിച്ചെന്ന് പറഞ്ഞാലും ഇങ്ങനെ പിടിച്ചൊക്കെ ഇരിക്കും. പ്രാർത്ഥനയ്ക്ക് എന്നിരിക്കുമ്പോൾ ആൾക്കാർ മുടിയിൽ എന്നാ പറ്റി പിടിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമല്ലേ. അത് കാരണം ഞാൻ ഓർത്ത് ഇനിയിപ്പം നാളത്തേക്കാണ്. എല്ലാ ദിവസവും എന്തെങ്കിലും പരിപാടി വേണ്ടല്ലേ. നമ്മുടെ ടിപ്പ് ഇങ്ങനെ അങ്ങ് പോട്ടെ. വേനൽക്കാലമല്ലേ, മുഖം നല്ലതായിട്ടിരിക്കട്ടെ. മുടിയേലും അതിൻ്റെ കൂടെ അങ്ങ് ചെയ്യാം. ഓരോ ദിവസം എന്നാ ചെയ്യുന്നതെന്ന് ഞാനങ്ങ് പറഞ്ഞു തന്നേക്കാം. ഇന്നത് തേക്കാമെന്ന് വെച്ചിരുന്ന വേണ്ട, ഇന്നൊന്നും തേക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കട്ടെ, ഇച്ചിരി തിക്കായിട്ടിരിക്കുക മുടി. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി വല്ലതും തേക്കുമ്പോൾ നമ്മൾ എണ്ണയൊക്കെ തേക്കത്തില്ല, അപ്പോൾ കുഴഞ്ഞൊട്ടിയിരുന്നാലേ ഒരു സുഖമില്ല. അപ്പോൾ എന്താ
ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ അടിപൊളി പുതിയ നല്ല വെറൈറ്റി വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരമ്മ.